ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തി കൂടെ. ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിലെ ഓണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തൊക്കെ പരിപാടികൾ നടന്നിട്ടുള്ളതാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തുഷാര കുഞ്ഞമ്മരെ വീട്ടിൽ വെച്ചായിരുന്നു ഈ വർഷത്തെ ഓണം ഫംഗ്ഷൻ. ഞാൻ അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ കസിൻസൊക്കെ അവിടെ വന്നിരുന്നു. ഷീനക്കുഞ്ഞമ്മയുടെ മക്കളാണ് അനുവും അബിയും. അവരാദ്യമായിട്ടാണ് മുണ്ടൊക്കെ കൊടുക്കുന്നത്. അവരെ മുണ്ടെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് മൂത്ത വലിയമ്മയുടെ രണ്ടാമത്തെ മോനായ ജിനോ ആണ്. അങ്ങനെ മുണ്ട കൊടുത്ത് സെറ്റായി. വലിയമ്മമാരുടെ റിയാക്ഷൻ എന്തെന്ന് അറിയാൻ വേണ്ടി അടുക്കളയിലിട്ട് ഞങ്ങൾ ചലിച്ചു. അടുക്കള ഇപ്പോൾ പാചകം നടക്കുന്നുണ്ട്. സ്പെഷ്യലായിട്ടുള്ള പായസവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അവിടെ. കുറച്ച് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും സേമിയ പായസത്തിൻ്റെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ബോളി മേടിക്കാനായിട്ട് ഇറങ്ങി. കാറിലാണ് ഞങ്ങൾ എല്ലാവരും പോയത്. നല്ല ബോളി രാമചന്ദ്രനിൽ കയറിയല്ല. രാമചന്ദ്രേ ബോളിയുണ്ട്, കാണാതിരിക്കാം. നല്ല കിട്ടുമോ? റോഡിന്റെ ഇരുവശത്ത് ഓണത്തിനായിട്ടുള്ള പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ തൊട്ടടുത്തുള്ള രാമചന്ദ്രനിലെത്തി. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് അകത്ത് കയറി. പക്ഷെ അവിടെ നമുക്ക് ആവശ്യമുള്ള ബോളി ഇല്ലായിരുന്നു. പിന്നെ 2 കവർ പാലും സോയാൻ പാപ്പടിയും മേടിച്ചിറങ്ങി. പിന്നെ പനച്ചമ്പടിയിൽ 2-3 ബേക്കറിയിൽ നിന്നും കുറച്ച് പാക്കറ്റ് ബോളിയും സ്വീറ്റ്സും ഒക്കെ മേടിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു. ഇതാണ് ഞങ്ങളുടെ ഫാമിലി. കുറച്ചു കഴിഞ്ഞ് എല്ലാവരും സദ്യ കഴിക്കാനായിട്ട് റെഡിയായിരുന്നു. ചിപ്സ്, ഉപ്പേരി, ഇഞ്ചിക്കറി, മാങ്ങ അച്ചാറ്, തോരൻ, അവിയൽ, കൂട്ടുകറി, ചോറ്, അതിൻ്റെ കൂടെ പരിപ്പ് കറി, പിന്നെ പപ്പടം, കൂടപ്പഴം. അത് കഴിഞ്ഞ് ചോറും സാമ്പാറും. 2 ഐറ്റം പായസമാണ് ഞങ്ങൾ റെഡിയാക്കിയത്. ഒന്ന് അടപ്രഥമനും പിന്നെ സേമിയ പായസവും. അതിൻ്റെ കൂടെയാണ് ഞങ്ങൾ ബോളി കൊടുത്തത്. സദ്യയൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു. പിന്നെ എല്ലാവരും നിന്ന് സിംഗിൾ ഫോട്ടോസും ഗ്രൂപ്പ് ഫോട്ടോസും ഫാമിലി ആയിട്ട് നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. വീട്ടിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് പുറത്തൊക്കെ പോകാനായിട്ട് ഞങ്ങൾ പ്ലാൻ ഇട്ടു. അങ്ങനെ 2 കാറിലായി ഞങ്ങൾ പോയത് കള്ളിക്കാട് ഡാമിലെ പരിപാടി കാണാനാണ്. ഒരു 5 മണിയൊക്കെ അടുപ്പിച്ച് ഞങ്ങൾ അവിടെ എത്തി. ഏറ്റവും ടോപ്പിലാണ് കാറ് കൊണ്ട് പാർക്ക് ചെയ്തത്. ഞങ്ങളവിടെ എത്തിയപ്പോൾ തന്നെ നല്ലപോലെ തിരക്കുണ്ടായിരുന്നു. കുറച്ചു ദൂരം നടന്ന് ഡാമിന്റെ മുകളിലെത്തി. അതുവഴി നടന്നു വേണം മറ്റേ സൈഡിലെത്താൻ. ഞങ്ങൾ അവിടുത്തെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നടന്നു. ദൂരെ കാണുന്നത് ലയൺ സഫാരി പാർക്കാണ്. ഡാമിലെ 2 ഷട്ടറുകളും തുറന്നിട്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത് കാണാൻ നല്ല പ്രത്യേക ഭംഗിയാണ്. ആർച്ചിനകത്ത് കൂടി അകത്ത് കയറുമ്പോൾ തന്നെ ഒരു ഐസ്ക്രീം ഷോപ്പ് വലത് സൈഡിലുണ്ടായിരുന്നു. അവിടെ നിന്നും കോൺ ഐസ്ക്രീം ഒക്കെ കഴിച്ചു. ഐസ്ക്രീമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ മുകളിലോട്ട് കയറി. കോണിപ്പടികൾ കയറിയാണ് മുകളിൽ പോകേണ്ടത്. അവിടെ ചെന്ന് കയറുമ്പോൾ തന്നെ വളരെ ഭംഗിയായിട്ട് സൂര്യാസ്തമയം നമുക്ക് കാണാം.
തൊട്ടടുത്ത് വലിയൊരു ടവറുണ്ട്. അതിന് മുകളിൽ കയറി ഞാൻ അവിടുത്തെ കാഴ്ചകൾ കാണിച്ചു തരാം. ഒരു 7 മണിയൊക്കെ അടുപ്പിച്ചായപ്പോഴത്തേക്കും ലൈറ്റ്സ് ഒക്കെ ഓണായി നല്ല വൈബായി തുടങ്ങി. നെയ്യാർ ഡാമിൻ്റെ എല്ലാ സൈഡിലും ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സും സൗണ്ട്സും ഡാൻസ് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഡാമിൻ്റെ സൈഡിൽ ചുറ്റിക്കറങ്ങി. വളരെ ഭംഗിയാണ് രാത്രിയിൽ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാൻ. പിന്നെ നേരെ പോയത് സ്റ്റേജിലേക്കാണ്. അവിടെ കള്ളിക്കാട് ഗ്രാമപഞ്ചായത്തിലെ കൊച്ചുകുട്ടികൾ നടത്തുന്ന ഡാൻസ് പ്രോഗ്രാമുകൾ, പാട്ടുകൾ, വിവിധതരം നൃത്ത കലാരൂപങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും അവിടെ ചെന്നിരുന്ന് കാണുന്നുണ്ടായിരുന്നു. കുഞ്ഞു പിള്ളേരുടെ പ്രോഗ്രാം കഴിഞ്ഞ് ട്രിവാൻഡ്രം മാഗ്നസിന്റെ മെഗാ ഇവന്റ് ഉണ്ടായിരുന്നു. നല്ലപോലെ ആ പ്രോഗ്രാം എൻജോയ് ചെയ്ത് കണ്ടു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.